കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം അല്പസമയത്തിനകം. അവസാന നോക്ക് കാണാൻ അമ്മ സുജ ഉച്ചയോടെയാണ് തേവലക്കരയിലെ വീട്ടിലെത്തിയത്. വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് പേരാണ് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലും സ്കൂളിലുമായി തടിച്ചുകൂടിയത്. മിഥുന്റെ വലിയപാടത്തെ വീട്ടിൽ നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. 5 മണിക്കാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മുഴുവൻ ആളുകൾക്കും കാണാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടോ? വിവരങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിനുള്ള മറുപടി ലഭിക്കും. നമുക്ക് കാണാം, ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുപക്ഷെ സ്കൂളിൽ കൂടുതൽ സമയം പൊതുദർശനം ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നൂറുകണക്കായിട്ടുള്ള, അതായത് ആബാലവൃദ്ധം പ്രായഭേദമന്യുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. 5 മണിക്ക് ചടങ്ങ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരണമായി തന്നെയാണ് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വശത്ത് കൂടെ ആളുകൾ കുറഞ്ഞു വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മിഥുൻ്റെ മൃതദേഹം കാണാൻ എത്തുന്ന ആളുകളെല്ലാം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം ചിതയിലേക്ക് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു 5 മണിയോടുകൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആയിരിക്കുകയും ചെയ്യുന്നത്. മിഥുനെ സംബന്ധിച്ചിടത്തോളം, അതായത് വ്യാഴാഴ്ച ദിവസം ഈ വീട്ടിൽ നിന്നുമാണ് മിഥുൻ സന്തോഷത്തോടുകൂടെ സ്കൂളിലേക്കൊക്കെ പോയത്. സ്കൂളിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ തയ്യാറാക്കി വയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പോകാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. വീടിന് മുന്നിലേക്കാണ്. ഇപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല, അത്രത്തോളം തിരക്കേറിയ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ ഇനി പരമാവധി വേഗതയിൽ കാണാനുള്ള ആളുകളെല്ലാം എത്രയും വേഗം വന്ന് കണ്ടിട്ട് മടങ്ങണം എന്നുള്ള അതായത് വന്ന് കാണണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. അതിന് പ്രകാരം ആളുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ പോലീസ് കൂടെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീട്ടിലേക്കും സ്കൂളിൽ ഏകദേശം 1.5 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടേക്കും ആയിരങ്ങളായിരുന്നു ഒഴുകിയത്. പക്ഷേ ആ സ്കൂൾ കണ്ടതല്ലായിരുന്നു. അതിൻ്റെ 10 മടങ്ങായിട്ടുള്ള ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഈ ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതപരമായ ചടങ്ങുകളിലേക്ക് കടക്കാനായി പോവുകയാണ് എന്നുള്ളൊരു വിവരമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം കൂടുതൽ വഴിയിലേക്ക് നിന്ന് പല ആളുകളും ഇവിടേക്ക് ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. ഒരു 13 വയസ്സുകാരൻ്റെ, അതായത് ഈ 13 വയസ്സ് ഉള്ള ഒരു കുട്ടി മരിക്കുമ്പോൾ ഇത്രത്തോളം ഒരു തിരക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഇത് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ ഈ മിഥുൻ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ അഡ്മിഷൻ എടുത്തതിന് പിന്നാലെ തന്നെ സ്കൂളിലെ എല്ലാവർക്കും, സഹപാഠികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഓരോ ജീവനക്കാർക്ക് പോലും പ്രിയപ്പെട്ടവനായിരുന്നു. നമ്മൾ ആ സ്കൂളിലെ പൊതുദർശന സമയത്ത് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അവിടേക്ക് എത്തുന്ന ഓരോരുത്തരും, ആ ക്ലാസ് ടീച്ചറൊക്കെ ആ മൃതദേഹത്തിനടുത്തൊന്ന് കുഴഞ്ഞു. സ്കൂളിലെ അവസ്ഥ എന്തായിരുന്നു ലിജോ? ഇന്നലെ ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇന്നിപ്പോൾ സ്കൂളിലേക്കാണല്ലോ നേരെ കൊണ്ടുപോയത്. അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നലെ വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന, ഒന്നിച്ച് പഠിച്ച, ഒന്നിച്ച് കളിച്ച ഒരുവനാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ കിടക്കുന്നത് അവർ കാണുന്നത്. എന്തായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം?
സ്കൂളിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, അതായത് വളരെ നേരത്തെ തന്നെ ഒരു 7 മണി കഴിയുന്ന സമയത്ത് തന്നെ നിരവധി ആളുകളായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത്. അതായത് മിഥുൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഈ ആശുപത്രിയിൽ നിന്നും ഒരു 10:30 ഈ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം വിലാപയാത്രയായാണ് സ്കൂളിലേക്ക് വരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ടുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം എടുത്ത് 11:30 അടുത്ത് കഴിയുന്ന സമയത്താണ് സ്കൂളിലേക്ക് വരികയും സ്കൂളിലെത്തുന്ന സമയത്ത് ആദ്യം ഔദ്യോഗികമായി ഇതിന് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആദരാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടൊരു അന്തിമോപചാരം അർപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെ വലിയൊരു തിരക്ക്, ആ സമയത്ത് ദൃശ്യങ്ങൾ അറിയാം, വലിയ രീതിയിലുള്ളൊരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ കാത്തുനിന്ന ആളുകളെല്ലാം തന്നെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങ്, അതായത് പൊതുദർശനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റ് ചടങ്ങുകളിലേക്ക്, സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പരമാവധി ഇനി ആരെങ്കിലും ഈ മൃതദേഹം കാണാനായി ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. വീട്ടിലെ സ്കൂളിലെ അവസ്ഥയെന്ന് പറയുന്നത്, ഈ കൂടെ പഠിച്ച സഹപാഠികൾ, ഒപ്പം തന്നെ മറ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എല്ലാവരും തന്നെ വളരെ വേദനയോടുകൂടെയാണ് അവിടേക്ക് എത്തിയത്. അധ്യാപകരൊക്കെ വിതുമ്പുകയും ക്ലാസ് ടീച്ചർ അവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. മാത്രവുമല്ല, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അവിടേക്ക് എത്തിയത്. ഇതിനെ രക്ഷിച്ച അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെ വന്ന് സാധാരണയായി അവിടെ നിന്ന് കളിക്കാറുണ്ട്. കാര്യം ഒരു ഫുട്ബോൾ താരമാകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ കളിക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ ആയിരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷേ പൊടുന്നനെ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഈ അടുത്ത, അതായത് ഈ ഇതിൻ്റെ വീട്ടിൽ ഈ അടുത്ത ബന്ധുക്കളും മറ്റുമുള്ളവരൊക്കെ ഈ ഇതിൻ്റെ മൃതഛേദനയേറ്റ ശരീരം കാണുകയാണ്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അവർക്കും കൂടി അവസരം നൽകിയതിന് ശേഷമായിരിക്കും ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഉൾപ്പെടെ എഴുന്നേറ്റ് വീണ്ടും മൊബൈൽ മോർച്ചറിയിലാണ് വച്ചിരിക്കുന്നത്. അവിടേക്ക് പോവുകയാണ്. ഇവിടെ ചുറ്റുമൊക്കെ കൂടി നിന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഈ സ്കൂളിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ അമ്മ, അതായത് താൻ ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപ് മകന് ഒരു ഉമ്മ നൽകി വിദേശത്തേക്ക് യാത്രയായി. എന്നാൽ ഇപ്പോൾ ഇതാ അവസാനമായി തൻ്റെ പ്രിയ മകന് ഒരു ചുംബനം നൽകുകയാണ്. അമ്മയും അച്ഛനും കൂടി ചേർന്ന് തൻ്റെ മകനെ അന്ത്യചുംബനം നൽകുന്ന ഒരു കാഴ്ചയാണ്, ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മകനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അമ്മ അവിടെ നിന്ന് ഒന്ന് നിവർത്താൻ പോലും തയ്യാറാകാതെ അത്രത്തോളം ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മകൻ പലതരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നു. അതൊക്കെ സാധ്യമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ആ കുടുംബത്തെ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ചോദ്യം. അത്രത്തോളം കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അമ്മയും അച്ഛനും ഒപ്പം തന്നെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ അവിടെ അന്ത്യചുംബനം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അധ്യാപകരായിട്ടുള്ള സ്കൂളിലെ അധ്യാപകർ രാവിലെ അവർ സ്കൂളിൽ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിച്ചു. വീണ്ടും അവിടേക്ക്, അതായത് സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ട് മുൻപായിട്ട് അവിടേക്ക് എത്തുകയും ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. മാതാവ് ഇപ്പോഴും, അതായത് കുറച്ച് സമയവുമായി പ്രിയ മകനെ മാതാവും പിതാവും ചേർന്ന് അന്ത്യചുംബനം നൽകി. സഹോദരൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്ത് പറയണം എന്ന് അറിയില്ല. അതാണ് അവിടെ ആ വീട്ടിൽ നിന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പറയുന്നത്. അമ്മ അലമുറയിട്ട് കരയുന്ന